ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊള്ളാമോ? ദോശ ചുടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഉപ്പിടാണ്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് കല്ലുപ്പാണ് പൊടിച്ചിട്ടേക്കണത് കേട്ടോ. അപ്പോൾ തൈറോയ്ഡുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് ഈ കല്ലുപ്പ് പൊടിച്ച് കഴിക്കണതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് പൊടിച്ചാണ് ഞാൻ ഉപ്പ് അതിലിട്ടേക്കണേ. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് എൻ്റെ അപ്പൂസിനും അത് കലക്കണമെന്ന് ഭയങ്കര വാശി. അപ്പോൾ അവന് ഞാനത് കൊടുത്തു കേട്ടോ. എണ്ണ ഇടണോ? എണ്ണ ഇടണ്ടേ? അതിനകത്ത് തന്നെ ഇടണം. അമ്മ പറയാം. അമ്മ സഹായിക്കാം. എൻ്റെ കത്താവേ അവിടെ എല്ലാം മാവ് വീണേ. ഓക്കെ, മതി. പിന്നെ അത് ദോശ ചുടണമെന്നും ആയി കേട്ടോ. പിന്നെ ഇത് ഞാൻ കൂടെ നിന്നുകൊണ്ടാണ്, അവൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാനത് ദോശമാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അഭിമോള് എണീറ്റ് വന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിമോൾക്ക് എന്ന് വെച്ചിട്ട് നേരത്തെ പോകണം. ഇന്ന് അഭിമോളുടെ ക്ലാസ്സിൻ്റെ കാഴ്ചവെപ്പാണ് പള്ളിയിൽ. അപ്പോൾ അഭിമോൾക്ക് ലേഖനം വായിക്കാനുണ്ട്. പിന്നെ കുർബാനയ്ക്ക് തിരിതെളിക്കേണ്ടത് അഭിമോളാണ്. അപ്പോൾ ഇത്തിരി നേരത്തെ പള്ളിയിൽ പോകണം. അപ്പം അങ്ങനെ അഭിമോളെ നേരത്തെ വേഗം കഴിക്കാനൊക്കെ കൊടുത്ത് പള്ളിയിൽ വിടാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കാശാരപ്പണത്തിന് വയ്ക്കാനായിട്ട് കുറച്ച് പൂക്കൾ നോക്കിയപ്പോൾ ഇന്ന് പൂക്കൾ കുറവാണ് കേട്ടോ. പിന്നെ ഉള്ള പൂക്കളൊക്കെ പറക്കിയെടുത്ത് കൊടുത്തു വിട്ടു കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇഷ്ടംപോലെ റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നേ. ഇന്നിപ്പം റോസാപ്പൂവൊക്കെ ഒരു കുഞ്ഞ് റോസാപ്പൂവൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനത്തെ അഭിമോള് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായിട്ട് ഇറങ്ങി. പിന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ്റെ ഫീസ്റ്റിന് കാർഡൊക്കെ ഉണ്ടാക്കിയത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോഴത്തെ ഉള്ള പൂവൊക്കെ ആയിട്ട് അഭിമോള് റെഡിയായിട്ട് പള്ളിയിൽ പോകാനൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വിഷൊക്കെ ചെയ്ത് കോൺഫിഡൻസ് കൊടുത്തു. അപ്പോൾ അവൾക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും ചെറിയൊരു ടെൻഷൻ കേട്ടോ. വായിച്ചാട്ടാ. അങ്ങനത്തെ ചേട്ടായി അബീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പിന്നെ അപ്പം എങ്ങോട്ട് പോയാലും അപ്പൂസ് നോക്കിയിരിക്കാണ് എങ്ങോട്ട് ചാടണമെന്നുണ്ട്. അങ്ങനെ അപ്പൂസും കൂടെ പോയേട്ടോ. അങ്ങനെ അവിടെ എത്തണ വരെയും അഭിമോൾ ഈ ടാറ്റ ഉമ്മയൊക്കെ തരും കേട്ടോ. അതിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും ശരി, അവിടെ വരെ നോക്കി എനിക്ക് ടാറ്റ ഉമ്മയൊക്കെ തന്നുകൊണ്ടിരിക്കും കേട്ടോ രണ്ടുപേരുവേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. പള്ളിയിൽ പോകുമ്പോഴും ഉറങ്ങുമ്പോഴും എവിടെ പോയാലും അവന് കയ്യിൽ വണ്ടി വേണം കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ അതും പിടിച്ചോണ്ടൊക്കെയാണ് പള്ളിയിൽ നിൽക്കുന്നത് കേട്ടോ. ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും നിമിഷങ്ങളെ ഓർത്ത് വിനയത്തോടെ മെസ്സി. പിന്നെ ഇതേ വൈകിട്ട് അപ്പൂസിനും അമ്മൂസിനും ഏറ്റവും കൂടുതൽ ഇഷ്ടം സേമിയ പായസമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ വൈകിട്ട് സേമിയ പായസം ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊന്നും ഇടുന്ന അവർക്ക് ഇഷ്ടമല്ല. എന്നാലും അതും കൂടെ ഇടുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് തന്നെ. അങ്ങനത്തെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി. പിന്നെ ചേട്ടയ്ക്ക് ചായയും വെട്ടിക്കൂട്ടും കപ്പയൊക്കെ ആയിട്ട് ചേട്ടയ്ക്കും കൊടുത്തു. പിന്നെ അഭിമോളും അപ്പൂസും കൂടെ ഒന്നൊരു സേമിയ പായസം കുടിക്കാനാട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.